ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ പ്രജ്വൽ രേവണ്ണയെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതോടെ കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നൊരു സംശയം ഉയരുന്നുണ്ട്. ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് പ്രജ്വൽ രേവണ്ണയെ ജൂൺ 6 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇതോടെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം ഹാസനിലെ സ്ഥാനാർത്ഥി കൂടിയായ പ്രജ്വൽ കസ്റ്റഡിയിൽ തുടരുമെന്ന് ഉറപ്പായി. രാവിലെ 9:30 മുതൽ 11:30 വരെയുള്ള സമയത്ത് അഭിഭാഷകർക്ക് പ്രജ്വലിനെ കാണാൻ അനുമതി നൽകിയിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും പ്രജ്വലിനോട് കോടതി ആവശ്യപ്പെട്ടു. മാധ്യമങ്ങൾ കേസിനെ തീർത്തും തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നുവെന്ന് പ്രജ്വൽ കോടതിയിൽ പറഞ്ഞു. പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതോടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടോ എന്ന സംശയം ഉയരുന്നുണ്ട്. കേസിലെ ഏറ്റവും നിർണായകം ഡിജിറ്റൽ തെളിവുകളാണ്. പ്രജ്വലിന്റെ ക്ലൗഡ്, ജിമെയിൽ അക്കൗണ്ടുകളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. പിടിയിലായ സമയത്തുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകളും വിശദ പരിശോധനയ്ക്ക് അയക്കും. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടാൽ അത് കേസിന് തിരിച്ചടിയാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പ്രജ്വൽ രേവണ്ണയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 5 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രജ്വലിനെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. പോലീസും സർക്കാരും ഇരകൾക്കൊപ്പമാണെന്ന സന്ദേശം നൽകുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടതും. അതിനിടെ ഇരയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ HD രേവണ്ണയ്ക്ക് ജാമ്യം നൽകിയത് ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ രേവണ്ണയ്ക്ക് നോട്ടീസ് അയച്ചു. പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാനും സമൻസ് നൽകിയിട്ടുണ്ട്. ജൂൺ 1 ഹാജരാകാനാണ് നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.